കഴിഞ്ഞ 2 മാസങ്ങളെ അവലോകനം ചെയ്തും കൊണ്ട് നമ്മൾ മാർച്ചിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി കഴിഞ്ഞു അല്ലേ. നമ്മൾ ഇന്നലെ മുതൽ ജേർണലിങ് എഴുതി തുടങ്ങി. കാര്യങ്ങളൊക്കെ എഴുതി നമ്മുടെ നെഗറ്റീവ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവേണ്ടതായിട്ടുള്ള പോസിറ്റീവ്സ് ആക്കി മാറ്റാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാതും കണ്ടുപിടിച്ച് എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ക്ലീനിങ് റുട്ടീൻ മസ്റ്റാണ് അല്ലേ. ഒരു വീട്ടമ്മേനെ സംബന്ധിച്ച് ഒരു ക്ലീനിങ് റുട്ടീൻ ഉണ്ടാവേണ്ടത് മസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഒരു മന്ത്ലി ക്ലീനിങ് റുട്ടീൻ സെറ്റ് ചെയ്താലോ? എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വരച്ചുണ്ടാക്കാനൊക്കെ കുറച്ച് മടിയാണ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു പേപ്പറിൽ ഒരു മാസം ഇങ്ങനെ വരച്ചിട്ട് ചെയ്ത് നോക്കിയതാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു കനറ ബാങ്കിൻ്റെ ഒരു കലണ്ടർ ഉണ്ട്. ആ കലണ്ടറിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഡേറ്റ് കലണ്ടറാണ്. അപ്പോൾ ഡേറ്റുകൾ മാത്രമാണ് ഉള്ളൂ, അതിൽ നാൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അങ്ങനത്തെയൊക്കെ തന്നെയല്ല ആവശ്യം. അപ്പോൾ അത് പിന്നെ ഒരു നീലപ്പേന, ഒരു കറുപ്പ് പേന, ഒരു ചുവപ്പ് പേന, പിന്നെ ഒരു പെൻസില്, ഒരു സ്കെയില്, ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഡേറ്റ് കലണ്ടർ ഉണ്ട്. പിന്നെ മക്കളുടെ പഴയ എക്സാം ബോർഡില്ലേ, ആ എക്സാം ബോർഡിൽ ഈ ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കിട്ടുന്ന പേപ്പറുകൾ, വേസ്റ്റ് പേപ്പറുകൾ എല്ലാതും എടുത്ത് വെച്ചിട്ട് അതൊക്കെയാണ് ഞാൻ ടു ഡു ലിസ്റ്റിനൊക്കെ ആയിട്ട് എടുക്കാറുള്ളത്. അതായത് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ഒരു പ്ലാൻ ചെയ്യും ഞാൻ. അപ്പോൾ എനിക്ക് കാലത്ത് മുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ടിക്കിട്ട് പോകുന്നൊരു മെത്തേഡൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ മന്ത്ലി ക്ലീനിങ് റുട്ടീൻ മാത്രമാണ് ഇന്നത്തെ കാര്യത്തിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. അതായത് നമ്മൾക്ക് ഒരാഴ്ചയാണ് ഉള്ളത്. അപ്പോൾ സൺഡേ ഞാൻ ചെയ്യുന്നത് സൺഡേ ഈവനിങ് ആകുമ്പോൾ നമ്മൾ വീക്ക്ലി മീൽ പ്ലാനിങ് പ്രിപ്പയർ ചെയ്യും. ഞാൻ ഇതിന് മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വീക്ക്ലി മീൽ പ്ലാൻ പ്രിപ്പറേഷൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണുക. പിന്നെ മൺഡേ ബെഡ്ഷീറ്റ് ക്ലീനിങ് ഡേ ആണ്. ബെഡ്ഷീറ്റുകൾ എല്ലാ റൂമുകളിലത്തെയും ബെഡ്ഷീറ്റുകളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ചിലപ്പോൾ 2 ട്രിപ്പായിട്ടായിരിക്കും തിരുമ്പുണ്ടാവുക, ചിലപ്പോൾ 3 ട്രിപ്പായിട്ടായിരിക്കും തിരുമ്പുണ്ടാവുക. എന്തായാലും അങ്ങനെ വാഷ് ചെയ്യലാണ്. ലോണ്ട്രി ഡെയിലി നമ്മൾ ലോണ്ട്രി റുട്ടീൻ ഡെയിലി ഉണ്ട്. പക്ഷേങ്കിലും ബെഡ്ഷീറ്റിന് സ്പെഷ്യലായിട്ട് തിങ്കളാഴ്ചകളാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. പിന്നെ ചൊവ്വാഴ്ച ഡീപ്പ് ഫ്ലോർ ക്ലീനിങ് ഡേ ആണ്. അതായത് ഈ കട്ടിലിൻ്റെയൊക്കെ ചോട്ടിലും അലമാരയുടെയൊക്കെ ചോട്ടിൽ, ഷെൽഫുകളുടെയൊക്കെ ചോട്ടിൽ, അപ്പോൾ അതൊക്കെ നന്നായി അടിച്ച് എടുത്ത് വൃത്തിയാക്കി മാറാലയൊക്കെ തട്ടി ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് ഡീപ്പ് ഫ്ലോർ ക്ലീനിങ് ഡേ ആണ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. പിന്നെ ശനിയാഴ്ച ഫ്രിഡ്ജ് ക്ലീനിങ് ഡേ ആണ്. ഫ്രിഡ്ജ് ക്ലീനിങ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഞായറാഴ്ച വേണം നമുക്ക് വീക്കിലി മീൽ പ്രിപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ എന്തൊക്കെയാണ് ഉള്ളത്, ബാലൻസ് ഉള്ളത് എന്തൊക്കെയാണ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഞായറാഴ്ചയിലത്തെ എന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരാഴ്ചയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തത്. അതിൽ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും നമ്മൾ ഫ്രീ ആയിട്ടിട്ടു, നമുക്കൊരു വർക്കും ഇല്ല എന്നുള്ള 2 ദിവസങ്ങളാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്തതുപോലെ തന്നെ ഇതേ റൂട്ടീൻ തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യപ്രദം ആയിട്ട്, അതായത് നമ്മുടെ ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. പിന്നെ ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള ആ പേപ്പർ ഉണ്ടല്ലോ, പേപ്പറുകളെല്ലാതും കൂടിയിട്ട് ഒരു പേപ്പർ ക്ലിപ്പ് ഇട്ടിട്ട് വെച്ചിട്ട് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഫോട്ടോസ്റ്റാറ്റുകളുടെയൊക്കെ ബാക്ക് വശമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. ഒരു നോട്ട്ബുക്കൊക്കെ വെക്കാൻ വേണമെങ്കിൽ നോട്ട്ബുക്ക് വെക്കുന്നവരുണ്ട്. എനിക്ക് അങ്ങനെ പേപ്പറുകൾ പഠിപ്പിക്കുന്നത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, എനിക്ക് പേപ്പറുകളൊക്കെ വേസ്റ്റ് ആക്കുന്നതിനോട് അത്ര അധികം യോജിപ്പില്ല. അപ്പോൾ ഞാൻ മാക്സിമം എല്ലാതും യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ വെനസ്ഡേയും തേഴ്സ്ഡേ അവിടെ എടുക്കട്ടെ. പിന്നെ ഡെയിലി പർപ്പസിന് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ എന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്. നിങ്ങൾക്കത് നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. എന്നെ സംബന്ധിച്ച് ഡെയിലി ഫ്ലോർ ക്ലീനിങ് നടത്താറുണ്ട്. അടിച്ചു വാരി തുടയ്ക്കുക എന്ന് പറയില്ലേ, അത് നമ്മൾ ചെയ്യാറുണ്ട്. അത് ഇങ്ങനെ റഫായിട്ടാണ്, അതായത് ഒരു തിക്കും തിരക്കിലാണ് ചെയ്യുക. അതിനാണ് നമ്മൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും എന്ത് ചെയ്യണത്, ഡീപ്പ് ഫ്ലോർ ക്ലീനിങ് ചെയ്യണത്. എങ്കിലും അടിച്ചു വാരി തുടയ്ക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ വീട് റോഡ് സൈഡാണ്, നല്ല പൊടി ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിച്ചു വാരി തുടയ്ക്കും. പിന്നെ എന്നും ഒരു ലോണ്ട്രി റുട്ടീൻ കീപ്പ് ചെയ്യാറുണ്ട്. അതായത് അന്നാന്നത്തെ തുണികൾ
ഇന്നത്തെ തുണികൾ നാളെ കാലത്ത് വാഷിംഗ് മെഷീനിലിട്ട് കഴുകി അതങ്ങനെ മേലെ തുണികൾ ഇടാനായിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഇടും. ബാക്കി തുണികൾ, ഉണങ്ങിയ തുണികൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരും. അത് കൈയോടക്കനെ മടക്കി അലമാരകളിൽ അതാത് വെക്കേണ്ടതായിട്ടുള്ള സ്ഥാനത്ത് വെക്കും. പിന്നെ ബാത്റൂം ഡെയിലി ക്ലീനിങ്ങിൽ പെടുന്ന ഒരു സ്ഥലമാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂം എത്ര ബാത്റൂം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം ഞാൻ ഓരോന്നിലാണ് കുളിക്കാനായിട്ട് കയറുക. അപ്പോൾ അതിന് മുൻപ് ആ ബാത്റൂം അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ട് അതോടുകൂടിയിട്ട് അങ്ങോട്ട് കുളിച്ചിട്ട് ഇറങ്ങും. പിന്നെ വാഷ് ബേസിൻ എന്നും വൈകുന്നേരങ്ങളിൽ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് ചെയ്യാൻ നിൽക്കുമ്പോൾ വാഷ് ബേസിനും കൂടിയും അങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട്. ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അത് ഇടയ്ക്ക് ആഴ്ചയിലോ ഒരിക്കലോ അല്ലെങ്കിൽ 3-4 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഈ നമ്മുടെ ഹാർപ്പിക്കോ അങ്ങനെ എന്തെങ്കിലും ഫ്ലോർ ക്ലീനറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്യാറുള്ളത്. അല്ലാത്തപ്പോൾ ഡെയിലി നമ്മുടെ എന്താ പറയുക ഇതില്ലേ ഹാൻഡ് വാഷില്ലേ, ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ടാണ് വാഷ് ചെയ്യാറുള്ളത്. പിന്നെ ട്യൂഷൻ ക്ലാസ് എന്നും എനിക്ക് ട്യൂഷനുണ്ട്. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ബെഞ്ചും ഡെസ്കുകളുണ്ട്, കസേരകളുണ്ട്. അപ്പോൾ കസേരകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനതെല്ലാതും ഒതുക്കി വയ്ക്കാൻ കുട്ടികളോട് തന്നെ പറയും. കുട്ടികൾ അവരവർ ഇരുന്നിട്ടുള്ള കസേരകൾ അവരവർ കയറ്റി വയ്ക്കാറുണ്ട്. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ അപ്പോൾ നമുക്ക് കരടുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ആ കരടുകൾ അങ്ങനെ അടിച്ച് വാരി വേസ്റ്റിലിട്ടിട്ട് അങ്ങനെ അന്നന്ന് ഞാനത് ക്ലീൻ ചെയ്തിട്ടാണ് ട്യൂഷൻ കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഞാൻ ഇറങ്ങാറുള്ളത്. അതുകൊണ്ട് എനിക്കതൊരു ഭാരമാവാറില്ല. ആദ്യം ആഴ്ചയിലൊരിക്കലൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നിറച്ച് കരടുകളാവും, കുഞ്ഞു മക്കളല്ലേ. അപ്പോൾ അവർ കരടുകൾ കടലാസുകൾ ഒക്കെ നിലത്തിടും. അപ്പോൾ അതിൽ തന്നെ പേന പെൻസിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്ലാസ്റ്റിക്കിന് തരം തിരിച്ചിട്ട് ഇടാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പ്ലാസ്റ്റിക്കുകളൊക്കെ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കാനുള്ള കവറിലാക്കിയിട്ട് കൊടുക്കുകയാണ് പതിവ്. എല്ലാ മാസവും ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കാനായിട്ട് ഉള്ള കവറുകൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ ഡെയിലി നമ്മൾ ചെയ്യുന്നതിലത്തെ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫ്ലോറ്, അതുപോലെ ലോണ്ട്രി, ബാത്റൂം, വാഷ് ബേസിൻ, ട്യൂഷൻ ക്ലാസ്, പിന്നെ മുറ്റം അടിച്ചു വാരൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് തന്നെ മുറ്റടിച്ചു വാരും. മുറ്റടിച്ചു വാരുമ്പോൾ നമ്മൾ പറമ്പിൽ കരടൊന്നും ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നൊന്നും പറമ്പ് വൃത്തിയാക്കാറില്ല. പറമ്പ് അങ്ങനെ അടിച്ചു വാരിയിട്ടിട്ട് തീയിടണം. അപ്പോൾ എന്താ പറയുക, അത് മിറ്റടിച്ച് വാരിയിട്ട് അവിടെ ഓപ്ഷണലാണ്. അതായത് കരടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് ചെയ്യുള്ളൂ. പിന്നെ ഇനി നമുക്ക് ഈ വെനസ്ഡേയും തേഴ്സ്ഡേയും നമുക്ക് ഫ്രീ ഡേ കിട്ടിയിട്ടുണ്ട് അല്ലേ, 2 ദിവസം. ആ ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഉചിതം അനുസരിച്ചിട്ട് ഒരു മാസം ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു ആഴ്ചയിലത്തെ പ്ലാനിങ് അല്ല ഞാൻ പറയുന്നത്, ഒരു മാസം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒരു ദിവസം ഒരു അലമാരി വൃത്തിയാക്കി കഴിഞ്ഞാൽ അടുത്ത ദിവസം അടുത്ത അലമാരി വൃത്തിയാക്കാം. ഷെൽഫ് ക്ലീൻ ചെയ്യാം. പിന്നെ സ്റ്റോർ റൂം ക്ലീൻ ചെയ്യാം. എല്ലാം കൂടി ഒറ്റയടിക്ക് ചെയ്തിട്ട് നമ്മൾ ടയേർഡ് ആവണം എന്നൊന്നും പറയണില്ല. ഓരോ ദിവസം പിന്നെ ഡോറുകൾ തുടച്ചെടുക്കാം, ഫർണിച്ചറുകൾ ക്ലീൻ ചെയ്തെടുക്കാം, ജനലകൾ തുടച്ചെടുക്കാം, ഫാന് ക്ലീൻ ചെയ്യാം, ഷോക്കേസ് വൃത്തിയാക്കാം. പിന്നെ മാറാല തട്ടിയിട്ട് അടിച്ചുവാരി തുടയ്ക്കുക. അത് മിക്കവാറും ഞാൻ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഫാനൊക്കെ ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ അടിച്ചുവാരി തുടയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് 20 മിനിറ്റ്സ് ഓവറോൾ ക്ലീനിങ്ങും അതുപോലെ 5 മിനിറ്റ്സ് ഓർഗനൈസിങ്ങും. അത് വളരെ ഉപകാരമാണ്. നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് അടിച്ചു വാരാനോ തുടയ്ക്കാനോ ഒന്നിനും പറ്റാത്ത ദിവസങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എന്തായാലും എന്ന് അടിച്ചു വാരിയിടും. അപ്പോൾ ഒരു 20 മിനിറ്റ് ഓവറോൾ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കും. മൊത്തത്തിലൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടയ്ക്കാനുള്ളത്, മേശ, ഡൈനിങ് ടേബിള്, പിന്നെ ഡെയിലി നമ്മൾ തുടയ്ക്കണതാണല്ലോ. ലിവിങ് റൂമിലത്തെ എന്തെങ്കിലുമൊക്കെ തുടയ്ക്കാനുണ്ടെങ്കിൽ അതൊക്കെ തുടച്ചെടുക്കുക, ജനലൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. ജസ്റ്റ് ഒരു ഓവറോൾ ക്ലീനിങ്. പിന്നെ 5 മിനിറ്റ് ഓർഗനൈസ് ചെയ്യും. അതായത് ഡെയിലി അത് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ അടിച്ചുവാരി തുടക്കലും എല്ലാതും കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പം തന്നെ ഞങ്ങൾ ഒരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, ഒന്ന് കണ്ണിന് കുളിർമയാകാൻ പറ്റുന്ന തരത്തിൽ ഒന്ന് ഒതുക്കി വയ്ക്കാറുണ്ട്. പിന്നെ ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെയും ഇത് പ്രാക്ടിക്കൽ ആയിക്കൊള്ളണമെന്നില്ല. ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് മാത്രം നമ്മുടെ റുട്ടീൻ സെറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഈ റുട്ടീനിൽ തെറ്റുകൾ വന്നാലും അതെല്ലാം നമുക്കിത് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറ്റുന്ന പോലെ അവരവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ട് മാത്രം നമ്മൾ ഒരു റുട്ടീൻ സെറ്റ് ചെയ്യുക. അവരവർക്ക് പറ്റുന്നതായിട്ടുള്ള റുട്ടീൻ സെറ്റ് ചെയ്യുക. പക്ഷേ ഇത് എന്നും, അതായത് ഇപ്പോൾ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഡീപ്പ് ക്ലീനിങ് ഡേ ആണ്, അതുപോലെ
തിങ്കളാഴ്ച ബെഡ്ഷീറ്റ് ഡേ ആണ്, സൺഡേ നമ്മൾ മീൽ പ്രിപ്പിൻ്റെ ഡേ ആണ്, അതുപോലെ ശനിയാഴ്ച ഫ്രിഡ്ജിൻ്റെ ഡേ ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി എനിക്ക് എൻ്റെ റുട്ടീൻ സെറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനൊരു മന്ത്ലി പ്ലാനൊക്കെ സെറ്റ് ചെയ്തിട്ട് വീക്ക്ലി പ്ലാനൊക്കെ സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് സാധിച്ചു. അപ്പോൾ എൻ്റെ പരിമിതിയിൽ നിന്നും കൊണ്ട് എൻ്റെ കഴിവിനനുസരിച്ചിട്ട് ഉള്ള രീതിയിൽ എൻ്റെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ചെയ്യില്ല. അതായത് എനിക്ക് വയ്ക്കാത്ത ദിവസങ്ങളുണ്ടെങ്കിൽ ഈ അന്നത്തെ പ്ലാനിങ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ അവിടെ കിടക്കും. അതല്ലെങ്കിൽ എനിക്ക് വയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്യും, ഞാൻ റെസ്റ്റ് എടുക്കും, TV കാണും, സിനിമ കാണും, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. എങ്കിലും ഞാൻ ഇങ്ങനൊരു റുട്ടീൻ ഫോളോ ചെയ്ത് പോവാറുണ്ട്. ഇത് നമ്മൾ ഫോളോ ചെയ്ത് പോകുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുത്താലും ഒരു വൃത്തികേടും പെട്ടെന്ന് കയറി വരുന്ന ആളുകൾക്ക് ഒരു വൃത്തികേടും കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ കാണാനോ ഉണ്ടായിരിക്കില്ല. നമ്മുടെ വീടാണല്ലോ നമ്മുടെ സ്വർഗം. അപ്പോൾ വീടിനെ ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ ഇപ്പോൾ വർക്കിംഗ് ലേഡീസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. എന്തായാലും എല്ലാവർക്കും 20 മിനിറ്റ്സ് റൂളും 5 മിനിറ്റ്സ് റൂളൊക്കെ ഫലപ്രദമായിരിക്കും. എല്ലാവരും ഈ ഒരു ക്ലീനിങ് റൂട്ടീൻ ഫോളോ ചെയ്ത് നോക്കി നോക്കുക. ശരിയാവണുണ്ട്, നല്ലതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപകാരപ്രദമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും അറിയിക്കുക, നമ്മളതിൽ മാറ്റം വരുത്തുന്നതായിരിക്കും. താങ്ക് യു ഓൾ.